വിഘ്നേഷ് ശ്രീകാന്ത് തിരക്കഥ എഴുതി സംവിധാനം ചെയ്തിട്ടുള്ള ഏറ്റവും പുതിയ സിനിമ, അർജുൻ ദാസ്, അതിഥി ശങ്കർ തുടങ്ങിയവരൊക്കെ പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിരിക്കുന്ന സിനിമ, ഹിഷാം അബ്ദുൽ വഹാബിൻ്റെ മ്യൂസിക്കുള്ള സിനിമ വൺസ് മോർ തിയേറ്ററിൽ പോയി കണ്ടു. ഇവിടെ വന്നിരിക്കുന്നു. എനിക്ക് ആദ്യം ഒരു ചെറിയ സഹതാപം രേഖപ്പെടുത്താനുള്ളത് സിനിമ കാണാൻ വന്നിട്ടുള്ള കുറച്ച് ഓഡിയൻസിൻ്റെ അടുത്താണ്. കാരണം അവർക്ക് ഒരു മനുഷ്യൻ ഭയങ്കര ഇമോഷണലി തീർന്നു പോകുന്ന സീനൊക്കെ കാണുമ്പോൾ എന്ന് പറഞ്ഞിട്ട് ചിരിക്കുന്ന ആ അവർക്കത് ഫണ്ണി ആയിട്ട് തോന്നിയാൽ ഞാൻ ഭയങ്കരമായിട്ട് കുറ്റം പറയുമൊന്നുമില്ല കേട്ടോ. നമ്മൾ കടന്നു പോയിട്ടില്ലാത്ത ഇമോഷൻസ് എന്ന് പറയുന്നത് നമുക്ക് കോമഡി ആയിരിക്കും. പക്ഷേ അത് മനസ്സിലാക്കാനുള്ള ഒരു ഇമോഷണൽ ഇൻ്റലിജൻസ് ഉണ്ടായിരുന്നെങ്കിൽ എന്ന് എനിക്ക് ഭയങ്കരമായി തോന്നി. പിള്ളേർ സെറ്റായിരുന്നു. ഒരു ഗ്രൂപ്പ് ഓഫ് ഈവൻ അതിൽ കൂടി കടന്നു പോയി കഴിഞ്ഞാലും അത് ഉണ്ടാക്കാൻ പോകുന്ന ദൂരവ്യാപകമായ ഫലങ്ങളെക്കുറിച്ച് അറിയാത്തതുകൊണ്ടായിരിക്കും അവരിന്ന് പൊട്ടിച്ചിരിക്കുന്നുണ്ടായിരുന്നു. എനിക്കവിടെ നല്ല സഹതാപം രേഖപ്പെടുത്താനുണ്ട്. ബാക്കി അബൌട്ട് ദ മൂവി, ഐ ലൈക്ഡ് ഇറ്റ് ടുവേർഡ്സ് എ ക്ലൈമാക്സ്. ചില ഡിസിഷൻസ്, അതുപോലെ മെൻ്റൽ ഹെൽത്തിന് അവർ കൊടുത്തിട്ടുള്ള ഒരു ഇമ്പോർട്ടൻസ്, ഒരു ഹീലിംഗ് ജേർണിയുടെ അവസാനം എന്നൊക്കെ പറയുമ്പോൾ ദർ ആർ സം തിങ്സ് ഐ റിയലി ലവ്ഡ് അബൌട്ട് ദ മൂവി. ആൻഡ് ആകെ മൊത്തത്തിൽ ഞാൻ ഭയങ്കര ഹാപ്പി എന്ന് ഞാൻ പറയില്ല, എനിക്കൊരു സുഖമുള്ള ഫീലുണ്ട്. അതെന്താണെന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറഞ്ഞാൽ എനിക്കറിയില്ല. കുറേ ഗംഭീരമായിട്ടുള്ള സീക്വൻസുകളുണ്ടായിരുന്നു, ഡയലോഗുകളുണ്ടായിരുന്നു, റിയലൈസേഷൻസ് ഉണ്ടായിരുന്നു. അങ്ങനെ മൊത്തത്തിൽ ഇറ്റ്സ് എ ഗുഡ് മൂവി ഫോർ മീ. പോസിറ്റീവ്സ് പറഞ്ഞു തുടങ്ങാനാണെങ്കിൽ ഒന്നാമത്തെ പോസിറ്റീവ് മ്യൂസിക് തന്നെയാണ്. ഹിഷാം അബ്ദുൽ വഹാബ് അദ്ദേഹം ഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ട്. എവിടേക്കും ഒരു ഹൃദയം വൈബടിക്കുന്നുണ്ടായിരുന്നു. ആ ഒരു രീതിയിൽ തന്നെയാണ്. വൺസ് മോർ എന്ന് പറയുമ്പോൾ, ഒരിക്കൽ കൂടി എന്ന് പറയുമ്പം, ഒരാൾ കോളേജിൽ പഠിക്കുന്ന സമയത്ത് അയാൾക്കൊരു പ്രണയം സംഭവിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള എന്തൊക്കെ ട്രോമയൊക്കെ ആയിട്ട് ഇയാൾ മുന്നോട്ട് പോകുന്നു. അയാളുടെ ഒരു ജൂനിയർ അയാളുടെ മുന്നിൽ വന്ന് പെടുന്നു. ഇവിടെ തൊട്ടാണ് സിനിമ ആരംഭിക്കുന്നത്. അപ്പോൾ അത് എന്തൊക്കെയായിരുന്നു സംഭവിച്ചത്, എങ്ങനെയാണ് അയാൾ ഫ്യൂച്ചറിനെ ടാക്കിൾ ചെയ്യാൻ പോകുന്നത്, ആ ട്രോമാറ്റിക് ആയിട്ടുള്ള മെമ്മറി, അതുണ്ടാക്കിയിട്ടുള്ള മുറിവുകൾ, അതിൽ നിന്ന് അയാൾ എങ്ങനെയാണ് ഹീൽ ചെയ്യുന്നത്, ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ ഈ സിനിമ ചർച്ച ചെയ്യുന്നുണ്ട്. അവിടെയൊക്കെ ഈ കടന്നു പോകുന്ന ഓരോ സിറ്റുവേഷൻസിനും ഹിഷാം കൊടുത്തിട്ടുള്ള മ്യൂസിക്, പ്രത്യേകിച്ച് ക്ലൈമാക്സിലേക്കൊക്കെ വരുമ്പോൾ അത്രയും രസമായിട്ടാണ് ചെയ്ത് വെച്ചേക്കുന്നത്. ഇൻറ്റൻസിറ്റി നമുക്ക് ഫീൽ ചെയ്യാന്ന് പറയില്ലേ. പെയിൻഫുൾ ആയിട്ടുള്ള മ്യൂസിക് ആണ്, പെയിൻഫുൾ ആയിട്ടുള്ള മ്യൂസിക് വരട്ടെ എന്നല്ല, അതിൻ്റെ ഇൻറ്റൻസിറ്റി അവിടെയുണ്ട്. പുള്ളി ഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ട്. ആൻഡ് പാട്ടുകൾ രസമായിരുന്നു. എന്ന് വെച്ചാൽ നമുക്ക് പുറത്തിറങ്ങി കഴിഞ്ഞിട്ട് തപ്പിപ്പിടിച്ച് കേൾക്കണമെന്ന് തോന്നുന്ന ഒരു പാട്ടുകളുടെ ലിസ്റ്റ് തന്നെ ഈ സിനിമയിലുണ്ട്. ആൻഡ് ദി അതർ പോസിറ്റീവ് വിഷ്വൽസ് എനിക്ക് നന്നായിട്ട് തോന്നി. നല്ല രീതിയിൽ ഈ പറയുന്ന ക്യാരക്ടേഴ്സിൻ്റെ ഇമോഷൻസിനെ എത്തിക്കുന്നത് പോലെ അങ്ങനെയൊക്കെ ഗംഭീരമായിട്ടുണ്ട്. ആ ആംഗിളും കാര്യങ്ങളും എല്ലാം എനിക്ക് നല്ലതായിരുന്നു. പക്ഷേ എനിക്ക് ഫീൽ ചെയ്ത രണ്ട് കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ, ഒന്ന്, ക്വാളിറ്റി ഭയങ്കര ഡിപ്പായി പോയ കുറേ ഷോട്ടുകളുണ്ട്. എന്ന് വെച്ചാൽ ഇവരൊരു പാലത്തിൽ കൂടി ജീപ്പ് ഇങ്ങനെ പാസ് ചെയ്ത് വരും. അപ്പോൾ നായകൻ അതിൻ്റെ മുകളിൽ ഇങ്ങനെ പുറത്തേക്ക് തലയിട്ടിട്ട് ഇങ്ങനെ നിൽക്കുക. അപ്പോൾ അവിടെ പിക്സലേറ്റ് ചെയ്ത് പോയിട്ടേ ഭയങ്കര എന്താ പറയുക, 480p അല്ലെങ്കിൽ 240p എടുത്തൊരു സാധനത്തിനെ അവർ 4K എൻലാർജ് ചെയ്യാൻ നോക്കിയതുപോലെ എനിക്ക് ഫീൽ ചെയ്തു. ഭയങ്കര പിക്സലേറ്റ് ചെയ്ത് പോയിട്ടുണ്ടായിരുന്നു. ചില ഷോട്ടുകൾ അതുവരെയുള്ള സിനിമയൊന്നുമായിട്ട് ഒരു ബന്ധമില്ലാത്ത പോലെയൊക്കെ പോകുന്നുണ്ടായിരുന്നു. പ്രത്യേകിച്ച് പാട്ട് സീക്വൻസുകൾ വരുമ്പോഴാണ് അത് ഞാൻ ശ്രദ്ധിച്ചൊരു കാര്യം. അതാണ് രണ്ടാമത്തെ കാര്യം. ചലഞ്ചിങ് ആയിട്ടുള്ള ലൈറ്റിംഗ് കണ്ടീഷൻസിൽ എന്ന് വെച്ചാൽ, നമ്മളിപ്പോൾ ഒരു സൂപ്പർ മാർക്കറ്റിൽ അല്ലെങ്കിൽ ഒരു സബ്വേയിലൊക്കെ ഷൂട്ട് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ കുറേ ലൈറ്റ്സ് ഉണ്ടാകും, കുറേ കാര്യങ്ങളുണ്ട്, എല്ലാം നമ്മുടെ കൺട്രോളിലല്ല. അവിടെ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് കളറ്, ഡീറ്റെയിലിങ് എല്ലാം എവിടെയൊക്കെയോ ലോസ് ആയി പോകുന്ന പോലെ എനിക്ക് തോന്നി. അത് ചിലപ്പോൾ അവരങ്ങനെ ചെയ്തായിരിക്കട്ടെ, എൻ്റെ വിവരക്കേട് കൊണ്ട് എനിക്കങ്ങനെ തോന്നുമായിരിക്കും. പക്ഷേ എനിക്കങ്ങനെ ഫീൽ ചെയ്തു. ഭയങ്കരമായിട്ട് ആ ചലഞ്ചിങ് ലൈറ്റിംഗ് കണ്ടീഷൻസിൽ അവർ പാടുപെടുന്ന പോലെ. ചില സ്ഥലത്തൊക്കെ ഐഫോണിൽ ഷൂട്ട് ചെയ്താണോ എന്ന് തോന്നിപ്പോയി. അങ്ങനെ ഒരു ഫോണിൻ്റെ കൃത്രിമമായിട്ടുള്ള ഡീറ്റെയിലിംഗ് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ മാറ്റി നിർത്തി കഴിഞ്ഞാൽ അവർ ഷൂട്ട് ചെയ്ത് എഡിറ്റ് ചെയ്ത് സെറ്റ് ചെയ്ത് കൊണ്ടുവരുമ്പോൾ നമുക്ക് ഫീൽ ചെയ്യേണ്ട ഒരു ഇമോഷൻ ഉണ്ട് ഓരോ ഷോട്ടുകളിലൊക്കെ. അതൊക്കെ പ്രോപ്പറായിട്ട് തന്നെ വന്നിട്ടുണ്ടെന്ന് എനിക്ക് തോന്നി. ചിലയിടങ്ങളിൽ ഒരു ആൽബം മോഡിലേക്ക് പോകുന്നുണ്ട്. പിന്നെ ഞാൻ ഈ പറഞ്ഞ പോലത്തെ ഡീറ്റെയിലിംഗ്, ഷാർപ്നെസ് ഒക്കെ കൂടിയിട്ട് അങ്ങനത്തെ ഒരു ഫീൽ ഉണ്ടായിരുന്നു. അങ്ങനെ കുറച്ച് സ്ഥലങ്ങളിലുള്ളത് ഒഴിച്ച് കഴിഞ്ഞാൽ സിനിമയെ, അതിൻ്റെ ഇമോഷൻസിനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന കാര്യത്തിൽ വിഷ്വൽസ് ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. മൂന്നാമത്തെ പോസിറ്റീവ് പെർഫോമൻസുകളാണ്. ഓഫ് കോഴ്സ് നമ്മുടെ നായകൻ അർജുൻ ദാസ്. ആക്ച്വലി ഈ സിനിമയുടെ മ്യൂസിക് ഹിഷാമാണെന്നുള്ളത് ഞാൻ തിയേറ്ററിൻ്റെ മുമ്പിൽ കേൾക്കുമ്പോൾ ഒരു പയ്യൻ എന്നെ ഒന്ന് പരിചയപ്പെട്ടു. അപ്പോൾ അവൻ പറഞ്ഞപ്പോഴാണ് ഞാനത് ഓർക്കുന്നത്. ഞാൻ ശരിക്കും അർജുൻ ദാസിൻ്റെ സിനിമ കാണാൻ വേണ്ടിയിട്ടാണ് വന്നത്. കാരണം അദ്ദേഹത്തിൻ്റെ ലാസ്റ്റ് വന്ന കോൺസിറ്റി അതെനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടൊരു പടമാണ്. അതിൻ്റെ ട്രെയിലർ വന്നപ്പോൾ കാണണമെന്ന് വിചാരിച്ചതാണ്. പക്ഷേ മറ്റ് സിനിമകൾ കണ്ടു തീർത്ത് ഈ പടത്തിന് പോകാമെന്ന് വെച്ചപ്പോഴേക്കും തിരുവനന്തപുരത്ത് എൻ്റെ അടുത്തൊന്നും തിയേറ്ററില്ല. പിന്നെ അത് കളിക്കുന്ന തിയേറ്ററിൽ ഞാൻ വിളിച്ചു ചോദിച്ചു കഴിഞ്ഞപ്പം, തിയേറ്ററിലല്ല, ഫ്രണ്ട്സ് ഇവിടെ തിരുവനന്തപുരത്തുള്ള ഫ്രണ്ട്സിനോട് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു അവിടെ അങ്ങനെ പൊതുവേ ഷോ നടക്കാറില്ല എന്ന്. അപ്പം മൊത്തത്തിൽ ഞാനൊരു 10-30 കിലോമീറ്റർ യാത്ര ചെയ്ത് പോയിട്ട് എന്തിനാണ് ചമ്മുന്നതെന്ന് വിചാരിച്ചിട്ട് ഞാനത് ഒഴിവാക്കി. പക്ഷേ എനിക്ക് തോന്നി ഞാനതൊന്ന് തിയേറ്ററിൽ പോയി കാണുമായിരുന്നു. ഒരു നല്ല രസമുള്ളൊരു സിനിമയായിരുന്നു അത്. അർജുൻ ദാസ് ഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അദ്ദേഹത്തിനോടുള്ള ഒരു ഇഷ്ടം, അതിന് മുമ്പുള്ള പുള്ളിയുടെ പല സിനിമകളും നമ്മൾ എടുത്ത് വെച്ച് ഇന്ന് പുകഴ്ത്തിയിട്ടുണ്ട്. അപ്പോൾ ഈ സിനിമയിൽ അദ്ദേഹത്തിൻ്റെ ഒരു നല്ല പ്രകടനം കാണാൻ പറ്റും എന്നാണ് ഞാൻ പ്രതീക്ഷിച്ചിരുന്നത്. ഓഫ് കോഴ്സ് അത് പുള്ളി ചെയ്തിട്ടുണ്ട്. ഭയങ്കര ഇൻറ്റൻസ് ആയിട്ടുള്ള പെയിനും കാര്യങ്ങളൊക്കെ. ഇവിടെയൊക്കെ ഇയാളുടെ ഈ മച്ചാൻ്റെ സൗണ്ടിലാണ് ഈ സാധനം ഇരിക്കുന്നത്. ഇങ്ങേരുടെ
വോയിസ് മോഡുലേഷൻ എന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ല. അതായത് അത്രയും ബേസുള്ള ഒരു വോയിസ് ഉണ്ട്, നമുക്ക് കൊതിക്കുന്ന. എൻ്റെയൊക്കെ റേഡിയോ ജോക്കി ജീവിതത്തിൻ്റെ തുടക്കകാലത്ത് കൊതിയായിരുന്നു ഇങ്ങനെ പോലത്തെ സൗണ്ട്, ഇങ്ങനത്തെ ബേസുള്ളൊരു സൗണ്ടിന് വേണ്ടിയിട്ട്. പക്ഷേ കിട്ടിയിട്ടില്ല. എന്നാൽ പോലും ആ മോഡുലേഷനിലാണ് നമ്മൾ പിടിക്കുന്നത്. ഇങ്ങനെ ഇത് രണ്ടും ഉണ്ട്. അപ്പം അതും അതിൻ്റെ കൂടെ ഈ പറയുന്ന ഒരു പെർഫോമൻസ് സാധനം എല്ലാം കൂടി ചേരുമ്പോഴേക്കും ഇറ്റ് വാസ് ഗുഡ്. ഭയങ്കര ഇൻറ്റൻസ് ആയിട്ടുള്ള ഒരാൾ ഒരു ജന്മത്തിൻ്റെ സ്നേഹം മുഴുവൻ നമുക്ക് തരാമെന്ന് പറഞ്ഞിട്ട് ഒരു ദിവസം ഫ്ലിപ്പ് ചെയ്ത് പോയി കഴിഞ്ഞാണല്ലോ. എല്ലായിടത്തെയും പ്രശ്നം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഉത്തരവില്ല, വൈ എന്നുള്ള ചോദ്യത്തിന് ഉത്തരവില്ല. അപ്പോൾ ആ പെയിനെ ഗംഭീരമായിട്ട് അയാൾ സ്ക്രീനിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. ആൻഡ് ഇതിൽ പറയേണ്ടത് മലയാളി ആയിട്ടുള്ള അഭിനേത്രിയാണ് സോന ഒളിക്കൽ. അവർ ഇതിനു മുമ്പ് പെപ്പയുടെ എന്തോന്നു ഏതൊരു സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട്, എനിക്ക് എക്സാക്ട്ലി ഓർമ്മയില്ല. ഈ സിനിമയിൽ ഷീ ഡിഡ് ഹെർ ബെസ്റ്റ്. അവർക്ക് ചെയ്യാവുന്നതിൻ്റെ ഏറ്റവും മനോഹരമായിട്ട്. തുടക്കത്തിൽ ഞാൻ വിചാരിച്ചു തമിഴ് പയ്യൻ മലയാളി പെണ്ണെന്ന് പറയുന്ന പോലത്തെ അവരുടെ കുറേ ഫാൻറ്റസിയൊക്കെ കാണിക്കാൻ വേണ്ടിയിട്ട് ഒരു പെണ്ണിനെ വേണം, കേരളത്തിൽ നിന്ന് നല്ല വെളുത്ത ഒരു പെൺകുട്ടി എന്ന് പറയുന്ന ആ സാധനത്തിനപ്പുറത്തേക്ക് ഒന്നും ഫീൽ ചെയ്തില്ലായിരുന്നു എനിക്ക് തുടക്കത്തിൽ. അവരുടെ ഇൻട്രൊഡക്ഷനിലെല്ലാം അവർ അതിൽ മാത്രമാണ് ഫോക്കസ് ചെയ്തിട്ടുള്ളത്. പക്ഷെ അത് കഴിയുമ്പോൾ ആ ക്യാരക്ടറിനെ എക്സ്പ്ലോർ ചെയ്ത് നമ്മുടെ മുന്നിലേക്ക് കൊണ്ടുവരുമ്പോൾ ചില ആളുകൾക്ക്, പ്രത്യേകിച്ച് തിയേറ്ററിൽ ഏറ്റവും കൂടുതൽ കമൻ്റടിയും കൂക്കിവിളിയും ഒക്കെ ഉണ്ടായത് ആ ക്യാരക്ടറുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള സീക്വൻസുകളിലാണ്. പക്ഷെ എനിക്കത് കണക്ട് ചെയ്യാൻ പറ്റി ഭയങ്കരമായിട്ട്. ആ സീക്വൻസിലൊക്കെ ഇവർ ആ ഫ്ലിപ്ഡ് ആയിട്ടുള്ള ക്യാരക്ടറായിട്ട് പെർഫോം ചെയ്യുന്നത് ടുവേർഡ്സ് എ ക്ലൈമാക്സ്, അവരുടെ നോട്ടം, നിപ്പ്, ഭാവം, ഷീ ഡിഡ്. എന്താ പറയുക, ഈ ക്യാരക്ടറിന് സോന ഒലിക്കൽ എന്ന് പറയുന്ന അഭിനേത്രിയുടെ സിനിമകളുടെ പ്രായം വെച്ച് നോക്കുമ്പോൾ ഷീ ഡിഡ് അമേസിംഗ്ലി വെൽ. പിന്നെ പറയേണ്ടത് നമ്മുടെ നായികയാണ് അദിതി ശങ്കർ. സോന നായികയാണ്, അദിതി ശങ്കർ. എനിക്ക് അവരെ അങ്ങ് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. എന്ന് വെച്ചാൽ ആ ക്യാരക്ടറിനോട് അത് അങ്ങനെ അവർ ക്യാരി ചെയ്തിട്ടുണ്ട്. എന്ന് വെച്ചാൽ ജിൽന്ന് നിൽക്കുന്ന ഒരു പെൺകുട്ടി. സിനിമയുടെ തുടക്കത്തിൽ നമ്മുടെ അർജുൻദാസിൻ്റെ ക്യാരക്ടർ തന്നെ പറയുന്നുണ്ട് സണ്ണോ സുബ്രഹ്മണ്യത്തിൽ നിന്ന് ഇറങ്ങി വന്നതുപോലെ ഉണ്ട് എന്നുള്ളത്. അങ്ങനെ ഞാൻ പറയില്ല. അവിടെ മറ്റേ ക്യൂട്ട്നെസ്സും നിഷ്കളങ്കതയും കൊണ്ട് കയ്യിൽ നിന്ന് പോയൊരു കേസാണ്. പക്ഷേ ഇവിടെ അവർ എനർജറ്റിക്കാണ്, അവർ ഭയങ്കര സെൻസിബിളാണ്. അങ്ങനത്തെ മറ്റേ നമുക്ക് പറഞ്ഞ പോലെ സെൻസ് വേണം, സെൻസിറ്റിവിറ്റി വേണം, സെൻസിബിലിറ്റി വേണം, ഇതെല്ലാം ഉള്ള ഭയങ്കര ഇമോഷണലി അവെയർ ആയിട്ടുള്ള ഒരു ക്യാരക്ടർ അതിനവർ ഗംഭീരമായിട്ട് ചെയ്തു. ഇവിടെ നമ്മൾ സിനിമ കണ്ടുകൊണ്ടിരുന്നപ്പോൾ തുടക്കത്തിലൊക്കെ എനിക്ക് ഫീൽ നായകനെ നന്നാക്കാൻ വന്ന നായിക എന്നൊക്കെ എനിക്ക് തോന്നിയപ്പോഴും അതിനൊക്കെ അവർ കൃത്യമായിട്ട് അഡ്രസ്സ് ചെയ്ത് പോകുന്നുണ്ട്. അവരുടെ സ്ക്രിപ്റ്റൊക്കെ അടിപൊളിയാട്ടോ. അപ്പോൾ ആ ക്യാരക്ടറിനെ ഗംഭീരമായിട്ട് അവർ സ്ക്രീനിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. അവരുടെ ഇമോഷൻസ്, അവരുടെ എല്ലാ കാര്യങ്ങളും ഗംഭീരമായിട്ട് എത്തിച്ചു. എല്ലാവരും ഈ സിനിമയിൽ വന്നു പോകുന്ന എല്ലാ ആൾക്കാരും, പ്രത്യേകിച്ച് സിനിമയുടെ തുടക്കത്തിലുള്ള ഒരാളുണ്ട്, പുള്ളിയുടെ പേരെടുത്ത് ഞാൻ പറയുന്നില്ല, കാരണം ആ സിനിമ കാണുമ്പോൾ നിങ്ങൾക്കത് ഫീൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അവിടെയൊക്കെയും ഗംഭീരമായിട്ടുള്ള പ്രകടനങ്ങളുണ്ട്. അടുത്ത പോസിറ്റീവ് ഇമോഷണൽ കണക്റ്റാണ്. എനിക്ക് ഭയങ്കരമായിട്ട് കണക്റ്റായി. ചില ആളുകൾക്ക് ചിലപ്പോൾ കണക്റ്റായി എന്ന് വരില്ല. കാര്യം നമ്മൾ കുറേ കാലം കുറേ ആൾക്കാരുമായി ഇടപഴകുമ്പോൾ നമ്മൾ മനസ്സിലാക്കുന്ന കുറേ റിലേഷൻഷിപ്പ് പാറ്റേണുകളുണ്ട്, അതുപോലെ പേഴ്സണാലിറ്റി ട്രൈറ്റുകളുണ്ട്. ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങളൊക്കെ വെച്ച് നമ്മൾ ജീവിതത്തിൽ കണ്ടും കേട്ടും പോയിട്ടുള്ള ചിലരുടെ അനുഭവങ്ങളിലൂടെ കേട്ടറിഞ്ഞ് ഞെട്ടിത്തരിച്ചിരുന്ന് പോയിട്ടുള്ള മനുഷ്യരുണ്ട്. നമ്മൾ വിചാരിക്കും മനുഷ്യന്മാർ ഇത്രയൊക്കെയല്ലേ ഉള്ളൂ, അല്ലെങ്കിൽ ഇത്രയല്ലേ ചിന്തിക്കുള്ളൂ, അങ്ങനെയൊക്കെ തോന്നും. പക്ഷേ ഇങ്ങനെയൊന്നും അല്ല കേട്ടോ. മനുഷ്യൻ വേറെ ലെവലിലൊക്കെ ചിന്തിച്ച് പോകുന്ന, പല രീതിയിലുള്ള അവസ്ഥയിലൂടെയൊക്കെ കടന്നു പോകുന്ന ആളുകളും ഒക്കെയാണ്. അപ്പോൾ അതിനെ ഒക്കെയും സിനിമ അഡ്രസ്സ് ചെയ്യുന്നുണ്ട്. ആ ക്യാരക്ടേഴ്സിനെ, ആ സിറ്റുവേഷൻസിലെ അതിലൂടെ കടന്നു പോകുന്ന ആൾക്കാരുടെ പെയിനെ ഒക്കെ നമുക്ക് മനസ്സിലാവുന്ന, നമുക്ക് കണക്ട് ചെയ്യുന്നത് പോലെ അവതരിപ്പിക്കുന്നത്. ഇതിൽ നായകൻ്റെ ചേച്ചിയുണ്ട്, പുള്ളിക്കാരിയുടെ ആ പെയിൻ ഉണ്ടല്ലോ, അത് ഭയങ്കര രസമാണ്. അവരത് ആകെ 2-3 സീനെന്തോ ഉള്ളൂ പുള്ളിക്കാരിക്ക് നിന്ന് പെർഫോം ചെയ്യാനുള്ളത്. അതൊക്കെ അവർ ഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ട്. ആ ക്യാരക്ടറിൻ്റെ അടക്കം എല്ലാവരുടെ ഇമോഷൻസ് നമുക്ക് കണക്റ്റ് ആവുന്നു എന്നുള്ളതൊരു വലിയ പോസിറ്റീവ് ഘടകമാണ്. അടുത്ത കാര്യം മെൻ്റൽ ഹെൽത്ത് ഒരു അവെയർനെസ് ആണ്. പൊതുവേ സിനിമകളിലൊക്കെ മറ്റേ സൈക്കോളജിസ്റ്റ്, തെറാപ്പിസ്റ്റ് എന്നൊക്കെ പറഞ്ഞു വരുമ്പോഴേ അവർ ഉപദേശിക്കുകയാണ്. അതായത് നമ്മളിൽ പലരുടെയും വിചാരം എന്താണെന്ന് വെച്ചാൽ ഒരു സൈക്കോളജിസ്റ്റിനെ കണ്ട് കുറച്ച് പൈസ കൊടുത്തിട്ട് നമ്മുടെ പ്രശ്നങ്ങളൊക്കെ പറഞ്ഞു കഴിയുമ്പോൾ അവരതെല്ലാം കൂടി കേട്ടിട്ട് നമുക്കൊരു പരിഹാരം പറഞ്ഞു തരും. അങ്ങനെ നമ്മുടെ ജീവിതം കൺട്രോൾ ചെയ്യാനോ പരിഹാരം പറഞ്ഞു തരാനോ വേണ്ടിയുള്ള ആളല്ല സൈക്കോളജിസ്റ്റ് അല്ലെങ്കിൽ തെറാപ്പിസ്റ്റ് എന്ന് പറയുന്നത്. അവർ നമ്മളുടെ പാറ്റേൺസും കാര്യങ്ങളൊക്കെ വെച്ച് ദേ വിൽ ഗൈഡ് അസ്. മറ്റേ ഗൈഡ് പഠിച്ചിട്ടുള്ള ആളുകൾക്ക് ഗൈഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പഠിപ്പിക്കുന്ന സാധനമാണ്. അതല്ല, വഴി കാട്ടുകയാണ്. ആ വഴിയിൽ എങ്ങനെ പോകണം എന്നുള്ളതും എങ്ങനെ ബിഹേവ് ചെയ്യണം എന്നുള്ളതും ഫ്യൂച്ചറിലേക്ക് നമ്മൾ എക്യുപ്ഡ് ആയിരിക്കുക എന്നുള്ളതാണ് അവർ നമുക്ക് പറഞ്ഞു തരുന്നത്, അല്ലെങ്കിൽ നമ്മളെ കൊണ്ട് തന്നെ തീരുമാനം എടുപ്പിക്കുക എന്ന് പറയുന്നത്. അപ്പോൾ ആ കാര്യത്തിനൊക്കെ ഈ സിനിമയിൽ അഡ്രസ്സ് ചെയ്തിരിക്കുന്നത് ഒരു സൈക്കോളജിസ്റ്റിനെ, തെറാപ്പിസ്റ്റിനെ കാണിക്കുന്നുണ്ട്. അവിടെയൊക്കെ അത് ഭയങ്കര രസമായിട്ട് തോന്നി. പിന്നെ ഓരോ ആൾക്കാരും ഓരോ ക്യാരക്ടേഴ്സും എങ്ങനെ ഓരോ സിറ്റുവേഷനിൽ ബിഹേവ് ചെയ്യുന്നു എന്നുള്ളത് ഇൻഡിവിജ്വലി ക്യാരക്ടേഴ്സിന് അങ്ങനെ കൊടുത്തിട്ടുണ്ട്. എല്ലാം യൂണീക്കായിട്ടുള്ള ക്യാരക്ടേഴ്സാണ്. അതിനൊക്കെ വെൽ പ്ലേസ്ഡ് ആക്കി വെച്ചിട്ടുണ്ട്. ഇതിനെല്ലാത്തിനും ചേർത്തിട്ടുള്ള കൈയടി നമ്മൾ കൊടുക്കേണ്ടത് ഇതിൻ്റെ തിരക്കഥയ്ക്കാണ്. സംവിധായകൻ തന്നെയാണ് അത് എഴുതിയുണ്ടാക്കിയിട്ടുള്ളത്. പുള്ളിയുടെ കൺവിക്ഷൻ നമുക്ക് കാണാനുണ്ട് ഓരോ സീനിലും. അപ്പോൾ അതെല്ലാം ചേർത്തിട്ട് എനിക്കിത് ഭയങ്കര ഓക്കെ മൂവിയായിരുന്നു. പക്ഷെ അപ്പോൾ പോലും ഞാൻ പറയുന്നത് ഈ മനുഷ്യരുടെ ഇമ്മൻസ് പെയിനെ എല്ലാവർക്കും ഉൾക്കൊള്ളാൻ പറ്റണമെന്നില്ല.
അതുപോലെ ഈ സിനിമ എത്ര പേർക്ക് കണക്റ്റ് ആവുമെന്ന് എനിക്കറിയില്ല. ഞാൻ പറഞ്ഞല്ലോ, തിയേറ്ററിൽ ഇരുന്ന കുറേ ആൾക്കാർ, പ്രത്യേകിച്ച് എൻ്റെ തൊട്ടിപ്പുറത്തിരുന്ന ഒരു പുള്ളിയൊക്കെ ഉണ്ട്. പുള്ളി ഫാമിലി ആയിട്ടാണ് വന്നതെന്ന് തോന്നുന്നു. ഇടയ്ക്ക് ഫോൺ വന്നു, ഫോൺ എടുത്തിട്ട്, അപ്പം ഞാൻ വിചാരിച്ചു ഫോൺ എടുത്തിട്ട് എടാ ഞാൻ തിയേറ്ററിലാണെന്ന് പറയുന്നു. പറയടാ എന്ന് പറഞ്ഞിട്ടാണ് സംസാരിച്ച് തുടങ്ങിയത്. പക്ഷേ അപ്പുറത്തിരിക്കുന്ന ആൾക്ക് വിവരം ഉണ്ടായിരുന്നുകൊണ്ട് അയാൾ പെട്ടെന്ന് ഫോൺ വെച്ചു. ഈ പുള്ളിയൊക്കെ എന്താ ഈ കഥ ഇങ്ങനെ പോകുന്നത്, എന്താ ഇങ്ങനെ നടക്കുന്നത്, എനിക്കത് റിലേറ്റ് ചെയ്യാൻ പറ്റും കേട്ടോ, ആ സീക്വൻസുകളൊക്കെ. ഇയാളിത് എന്ത് ഈ പറയുന്നത്. അത് കഴിഞ്ഞ് പുറകിൽ നിന്ന് മറ്റേ ചെറിയ ചിരിയൊന്നും അല്ലെന്നേ, മറ്റേ ഭയങ്കര ചിരിയൊക്കെ ആയിട്ട് ആക്കി ചിരിക്കുകയായിരുന്നു. ആ ചിരിയുടെ അലയോലിയായിട്ട് ബാക്കി കുറേ പേര് ചിരിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ഒരു എല്ലാവർക്കും കണക്റ്റ് ആവണമെന്നില്ല, പക്ഷേ എനിക്കിത് ഭയങ്കരമായിട്ട് കണക്റ്റായി. ഇതിപ്പം ഇത്രയും വലിയ സിനിമകളൊക്കെ ഉള്ളതുകൊണ്ട് എത്ര തിയേറ്ററിൽ എത്ര സ്ക്രീനിൽ വരുമെന്ന് അറിയില്ല. ഇവിടെ തിരുവനന്തപുരത്ത് ആകെ 3 ഷോ എന്തോ ഉള്ളൂ. അതിൽ തന്നെ ലുലുവിൽ 1 ഷോയും, അങ്ങനെ എന്തൊക്കെ ഉള്ളൂ. 2-3 ദിവസത്തിനുള്ളിൽ ഇപ്പോൾ ഈ തിയേറ്ററിൽ നിന്ന് പുറത്തിറങ്ങുന്ന എല്ലാവരും പറഞ്ഞിട്ട് സിനിമ വാഷായിട്ടായി പോകും. പക്ഷേ നിങ്ങൾ സീരിയസ് ആയിട്ട് സിനിമയെ കാണുന്ന ഈ വ്യക്തിബന്ധങ്ങൾ, അതിൻ്റെ ആഴം, അതേപോലെ പലതരം ക്യാരക്ടേഴ്സ്, അങ്ങനത്തെ സാധനങ്ങളൊക്കെ സ്ക്രീനിൽ കാണുമ്പോൾ അപ്രിഷ്യേറ്റ് ചെയ്യുന്ന ഒരാളാണെങ്കിൽ ഒരു പക്ഷേ നിങ്ങൾക്ക് ഈ സിനിമ ഇഷ്ടപ്പെട്ടേക്കാം. എന്നെ സംബന്ധിച്ച് ഐ എൻജോയ്ഡ് ഇറ്റ്. എനിക്ക് ഒരുപാട് പേഴ്സണലി കണക്ട് ചെയ്ത മൊമെൻറ്റ്സ് ഉണ്ടായിരുന്നു. ചില ഡയലോഗ്സൊക്കെ ഇങ്ങനെ എടുക്കാൻ തോന്നുന്ന, അങ്ങനെ ഉണ്ടാക്കി വെച്ചിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെയാണ് ഒരു സിനിമ എന്നുള്ള നിലയ്ക്ക് ഐ ലൈക്ഡ് ഇറ്റ്. പക്ഷേ അതെൻ്റെ മാത്രം പേഴ്സണൽ ഒപ്പീനിയനാണ്. ഈ സിനിമ നിങ്ങൾ തിയേറ്റർ കണ്ടിട്ടുള്ള ഒരാളാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. കമൻറ്റ് ബോക്സും കൂടി വായിച്ചിട്ട് സിനിമയ്ക്ക് പോകണോ വേണ്ടി തീരുമാനം എടുക്കാൻ കാത്തിരിക്കുന്ന കുറേ ആളുകളുണ്ട്. അവർക്കതൊരു വലിയ സഹായമായിരിക്കും. അപ്പോൾ താങ്ക് യു സോ മച്ച്. ബൈ.